അമ്മേ ആ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ ബാലന്റെ കാര്യം. എന്താ അമ്മേ? അനിതയുടെ അച്ഛൻ പറയായിരുന്നു ബാലനെ പോലെ ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന്. അച്ഛൻ എഴുന്നേറ്റ് പുറത്തുനിന്ന് വന്നില്ലേ? ഇപ്പൊ ചെന്ന് കിടന്നതേ ഉള്ളൂ. വാ. വേണ്ട 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 അച്ഛൻ കിടന്നോളൂ. ഞാൻ വെറുതെ കിടന്നേ ഉള്ളൂ. അച്ഛനിപ്പോ വേദന തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്ന് വെച്ച് അധികം സംസാരിക്കുകയും നടക്കുകയും ഒന്നും വേണ്ട. പരിപൂർണ്ണ വിശ്രമം എടുക്കണം. ഞാനിന്ന് ഡോക്ടറെ കണ്ടിരുന്നു. ഒരു ടോണിക്കിന് എഴുതി തന്നിട്ടുണ്ട്. ഇത് രക്തശുദ്ധിക്ക് നല്ല അത്രേ. നീ ഇങ്ങനെ ഒരുപാട് കാശ് കളയുന്നുണ്ടല്ലോ ബാല. ഇതൊക്കെ വലിയ കാര്യമാണോ അമ്മേ? ആപ്പിളാണ്. ആദായത്തിൽ കിട്ടിയപ്പോ 2 കിലോ വാങ്ങിച്ചു. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അച്ഛന് ദിവസം ഓരോന്ന് കൊടുക്കണം. എന്തൊരു കുട്ടിയത്. എല്ലാം കൂടി ഒത്തിരി രൂപയായി കാണുമല്ലോ. രൂപ പിന്നെ എന്തിനാ അമ്മേ? ചെലവാക്കാനുള്ളതല്ലേ. അമ്മയ്ക്കറിയോ? പിന്നെ ഡി എ ടി എ പിന്നെ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മാസം ഒരു 1500 രൂപയോളം എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതിന് മാത്രം എനിക്കിപ്പോ എന്താ ചെലവ്? അടുത്ത മാസം പ്രൊമോഷൻ. അപ്പൊ പിന്നെ 2000 കവിയും. കുറേശ്ശെ മിച്ചം വെക്കാൻ നോക്കണം മോനെ. ഒരു ഭാര്യയും കുടുംബമൊക്കെ ആവുമ്പോ ചെലവ് കൂടും. എന്നെ നന്നായി അറിയാവുന്ന ഒരു കുട്ടിയെ ഭാര്യയെ കിട്ടിയ അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നീ ഇതൊക്കെ വാങ്ങിച്ചോണ്ടുവന്നത് അനിത അറിയണ്ട. അവള് ബഹളം ഉണ്ടാക്കും. എന്താ ഇത്? അമ്മ പറയാ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് അനിതയ്ക്ക് ഇഷ്ടാവില്ല എന്ന്. കുറെ കൂടുന്നുണ്ട്. ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്തിനാ ഇതൊക്കെ? പിന്നെ ഒരു കുപ്പി ടോണിക്കും 2 കിലോ ആപ്പിൾ വാങ്ങിച്ചാന് എനിക്ക് അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു. ഇങ്ങനെ പോയ എഞ്ചിനീയറുടെ പ്ലാനും 2 നില വീടൊക്കെ അവിടെ കിടക്കും. അതൊക്കെ ശരിയാവുന്നേ. മോനെ ദാ കാപ്പി കുടിക്ക്. അമ്മേ റേഷൻ വാങ്ങിക്കണ്ടേ? കാശ് റേഷൻ കാർഡും തന്നാ ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാം. അത്ര തന്നെ. ഞാൻ വാങ്ങിച്ചു മോനെ. കാശ് തന്നാൽ വല്ല മണ്ണെണ്ണയോ സോപ്പോ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലോ? ഇതൊരു കാര്യം പറയാം. ഇവിടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും. അതെന്റെ ഒരു സന്തോഷവും അവകാശവും ഒക്കെയാണ്. അനിതര വേണ്ട നടക്കണം. മോനെ വരുമ്പോ ഒരു നാണയം മംഗളവും കൂടെ വാങ്ങിച്ചോണ്ടേ. സ്നേഹപ്രതിജ്ഞ എവിടം വരെ ആയോ എന്തോ. എനിക്ക് ഇത്ര കഞ്ഞി വേണ്ട. നീ കുറച്ച് വെച്ചിട്ട് ബാക്കിയുണ്ടോ? അത് പറ്റില്ല. ഇനി ആരുമില്ല ഇവിടെ കഞ്ഞി കുടിക്കാൻ. ബാലേട്ട് നീയായിട്ട് വിശപ്പൊക്കെ അരി ഭക്ഷണം ശരീരത്തിന് നല്ലതല്ല. നിന്നെ ഇവിടെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോടാ ബാലോ ബാല. പിന്നെ മുത്തശ്ശി ആശാരിമാരെ കിട്ടാനില്ല. വീട് പണി തുടങ്ങട്ടെ. ഞാനിപ്പോ അതിനു വേണ്ടി ഇങ്ങനെ. അതിന് ലോൺ കിട്ടിയോ? ലോൺ ഇപ്പൊ ശരിയാവുമല്ലോ. അപ്പൊ ആശാരിമാരെ നമ്മൾ നേരത്തെ സൗകര്യപ്പെടുത്തി വിൽക്കുകയാണെങ്കിൽ അതാ. ദിവ്യം ഇനിയും പഠിക്കുന്ന സ്കൂളില് ഏതാ ആശാരി ഉള്ളത്? ആശാരി സ്കൂളില്? അതിനവിടെ കെട്ടിടം പണിയൊന്നും നടക്കുന്നില്ലല്ലോ. അല്ല, രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അവിടെ പോകുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു വല്ല ആശാരിമാരെയും. സ്കൂളില് ആശാരി? ബാലേട്ടിന് എന്തെങ്കിലും അസുഖമുണ്ടോ? ദൈവം സഹായിച്ച് ഇപ്പൊ ഒന്നുമില്ല. പോക്കറ്റ് മരുന്ന് വാങ്ങിച്ചതിന്റെ സ്ലിപ്പ് കണ്ടു. എന്റെ പോക്കറ്റില? എന്റെ പോക്കറ്റിലായിരിക്കൂല. എന്താ ബാലഗോപാല നിനക്ക് അസുഖം? ഒരു അസുഖമില്ല മുത്തശ്ശി. നോണ പറയരുത്. ചുമ്മാതല്ല നിനക്ക് കഞ്ഞിയും ചോറും വേണ്ടാത്തത്. എന്താണ് അതിന്റെ അസുഖം? എന്റെ മുത്തശ്ശി ഒന്നും പറയണ്ട. തറവാട് വക സ്ഥലത്ത് സർപ്പക്കാവ് കെട്ടി ഒരു തിരി കൊളുത്താൻ എത്ര കാലമായി പറയുന്നു. ആര് കേക്കാൻ? നാഗദൈവങ്ങളെ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. നാളെ തിരുവങ്കര ശിവക്ഷേത്രത്തിൽ എവനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിച്ചേക്കാം. വേണ്ട. എടാ, ദൈവകാര്യങ്ങൾ വേണ്ടെന്ന് പറയരുത്. നാളെ ശയനപ്രദക്ഷിണം ചെയ്യാതെ നിന്നെ ഞാൻ വിടുകയല്ല. ശംഭോ ശംഭോ ശിവശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ
ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ. മോനെ, എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ, എന്റെ അനിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ആരാ? മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, അതെ, ഹൈക്കോടതിയിൽ ഒരു ഫോർജറി കേസിന് ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളല്ലേ? അത് ഞാൻ തന്നെയാ. ഇതൊരു പോലീസ് കേസ് അല്ലെന്നും ഗണപതിയർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് ഞാൻ പറയാം, അകത്തോട്ടിരിക്കാം. കക്ഷികളുടെ താല്പര്യം പോലെ ഇരിക്കും കേസിന്റെ ജയവും തോൽവി. നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം. സാറിന് മനസ്സിലായില്ല. ഞാൻ ഗണപതിയരുടെ ജൂനിയറാണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കുന്നില്ല. എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ചില ജഡ്ജ്മെന്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസം ഇവിടെ കാണും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കക്ഷികളെ തേടിപ്പിടിച്ച് വക്കാലത്തെടുക്കേണ്ട ഗതികേട് ഗണപതിയർക്കില്ല, എനിക്ക് തീരെയില്ല. കുറച്ച് സാമ്പത്തിക എങ്കിൽ പ്രശ്നങ്ങൾ അപ്പീൽ കൊടുക്കാൻ പോകരുതായിരുന്നു. അയ്യരുടെ ഫീസ്, കോടതി ചെലവ്, അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയാണ് ഉണ്ടായത്. 2 ദിവസത്തിനകം എല്ലാം ശരിയാക്കാം. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ഗണപതി അയ്യർ ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷി ശിവരാമൻ ആകെ വരണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രഷറുണ്ടായി വക്കാലത്ത് എടുക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഗണപതി അയ്യർക്ക് വാശിയായി. പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് കേട്ടെടുത്ത് ചവറ്റുകൊട്ടയിലെറി. ഇനി വല്ലതുണ്ടോ അച്ഛാ ഇവിടെ വിറ്റ് പെറുക്കാൻ? വീട് ചെത്തി ചെയ്യാൻ കടക്കാർ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഞങ്ങളെ തെരുവിലിറക്കാതെ അച്ഛന് സമാധാനാവില്ല അല്ലേ? മകളായിരിക്കും അല്ലേ? സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. തന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷനാ, സ്വല്പം പ്രായമുള്ള ആളാ. ആ, എന്താ? തിരക്കിലാണോ? ഏയ് സാരമില്ല. എന്താ വിശേഷം? അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ബാലിനോട് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ പരിചയപ്പെട്ടപ്പോ തന്നെ സ്വന്തം കുടുംബത്തിലൊരാളാണ് ബാലൻ തോന്നി. എങ്കിൽ മുഖവരെ ഒന്നും വേണ്ടല്ലോ, കാര്യം പറഞ്ഞോളൂ. കഴിഞ്ഞ 6 വർഷങ്ങളായി മനസ്സമാധാനം ഞാൻ അറിഞ്ഞിട്ടില്ല. വക്കീലാഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞലഞ്ഞ് ഞാനൊരു രോഗിയായി. അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല. ഹൈക്കോടതിയിലെ ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തിരിക്കുക. അപ്പോ പറഞ്ഞോളൂ. 100% സത്യം എന്റെ ഭാഗത്തുള്ളപ്പോ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല. കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാമണം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ടോ ബാലൻ? ഇല്ല. മിടുമിടുക്കൻ. അദ്ദേഹം എനിക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ്. അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും. പക്ഷേ തൽക്കാലം ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അന്തി അറിയണ്ട. ഇല്ല, പറഞ്ഞോളൂ. ഒരു 10,000 രൂപ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ബാലിന്റെ കയ്യിലില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി. നമുക്ക് പലിശ എത്ര വേണമെങ്കിലും കൊടുക്കാം. അത് ഞാൻ ബാലിനെ ബുദ്ധിമുട്ടിക്കാണോ? ചേച്ചേ, എന്നോട്
ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും പണം പെട്ടെന്നാരും കൈവായ്പയല്ല. പ്രശ്നമില്ല, ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാൽ എവിടെന്നെങ്കിലും പണം കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ ബാലിനെ വിഷമിപ്പിക്കലാവില്ലേ? പിന്നെയും അത് തന്നെ പറഞ്ഞാലോ. എവിടെ പണയം വെക്കാം അത് പറ. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ബാല. ദേ, എന്നെ ഇങ്ങനെ അന്യനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഓക്കെ, ഇതാ. താങ്ക്സ്. പത്തേ. ശരി. അനിതി എവിടെ? അവൾ അടുക്കളയിൽ നിന്ന് കഴിച്ചോളാം. ഇന്ന് വിളിക്കാവളെ. അത് കൊള്ളാം. ബാലനെന്താ പുറത്തുള്ള ആളാണോ? മോളെ, അച്ഛൻ വിളിക്കുന്നു. ഈ കൂട്ടാൻ വളരെ നന്നായിരിക്കുന്നു. ഞാൻ വെച്ചതല്ല, മോളുണ്ടാക്കിയതാ. ഇവ ഉണ്ടാക്കിയ വായ നോക്കാൻ കൊള്ളില്ല. പക്ഷെ എന്റെ മോള് പഠിക്കാനും പഠിപ്പിക്കാനും മാത്രമല്ല പാചകകലയിലും മിടുപിടിക്കുക. നിനക്ക് എന്താ മോളെ ഇവിടെ വന്നിരുന്നാല്? ബാലനെന്താ അന്യനാണോ? എന്റെ മോനാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ചെറുപ്പക്കാരനെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ആ, ബാലേട്ടൻ കുറച്ച് കൂടെ കൊണ്ടുകൊടു. മതി, ഒരുപാട് കഴിച്ചു. എന്റെ ഒരു സന്തോഷത്തിനാ. കുറച്ച് നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. മതി മതി. ആരാ ബാലിന്റെ വീട്ടിൽ പാചകമൊക്കെ? ചേച്ചിയാ, പക്ഷെ രുചിയൊക്കെ ഒരു കണക്കാ. ആ, എന്നാ പിന്നെ നേരെ ഇങ്ങോട്ട് പോര്. ബാലിന് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ എന്റെ മോൾ ഉണ്ടാക്കി തരും. സമയം വരട്ടെ. അച്ഛൻ നിറച്ച് ഊണ് കഴിക്കും. ഞാൻ എഴുന്നേക്കട്ടെ. ആ, മോളെ ബാലിന് ടവൽ എടുത്തു കൊടുക്ക്. ആ, അച്ഛന് വലിയ ഇഷ്ടായിരിക്കാണല്ലോ ആളിനെ. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. എനിക്കെന്താ ഒരു കുറവ്? MA കാരനല്ലേ, സൽസ്വഭാവിയല്ലേ, സ്മാർട്ട് അല്ലേ, കണ്ടവന സൗന്ദര്യമില്ലേ? 2000 രൂപ ശമ്പളവും അല്ലേ? ഏ? ഓ, അതോ, അത് അച്ഛനും അമ്മയ്ക്കും എന്നെ പറ്റി ഒരു മതിപ്പുണ്ടാവാൻ ഞാനൊരു നുണ പറഞ്ഞതാ. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് എന്ത്? ആവോ എനിക്കറിയില്ല. ചിലപ്പോ സുന്ദരനും സൽസ്വഭാവിയുമായ ഒരു MA കാരനെ കൊണ്ട് മകളെ കെട്ടിക്കുന്ന കാര്യമാവാം. പിന്നെ ആരെ? ഒന്ന് നിർത്തി. ഹലോ, ഒരു സംശയം ഉണ്ടായിരുന്നു. MG കോളേജ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കണ്ടതായി നല്ല ഓർമ്മ. എന്നെ മനസ്സിലായോ? വീട്ടിൽ വന്നിരുന്നു അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ടീച്ചറാണെന്ന് അച്ഛൻ പറഞ്ഞു. എവിടെയാ സ്കൂള്? ഇവിടെ അടുത്താ. സമയം കാറുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. ഒരു അപരിചിതന്റെ കൂടെ സഞ്ചരിക്കാനുള്ള മടി കൊണ്ടായിരിക്കും. ക്ഷമിക്കണം, എനിക്ക് പേരറിയില്ല. അനിത. ഗുഡ് നെയിം. മിസ് അനിത അന്ന് എന്റെ മുമ്പിൽ വെച്ച് അച്ഛനെ വരട്ടെന്ന് കണ്ടപ്പോൾ ആദ്യം ഞാനൊന്ന് അമ്പരന്നു. പക്ഷെ മിസ്റ്റർ കൃഷ്ണൻകുട്ടികാരുടെ ചരിത്രമൊക്കെ അറിഞ്ഞപ്പോൾ അത് ആവശ്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ബട്ട് ഐ കൻ സേവ് ഹിം. നിങ്ങളെപ്പോലെ എത്രയോ വക്കീലന്മാർ അച്ഛന്റെ കാശുകൊണ്ട് ഓരോ കര പറ്റിയിട്ടുണ്ട്. അവരും പറഞ്ഞിരുന്നത് അച്ഛനെ സേവ് ചെയ്യുമെന്നാണ്. യു ആർ തറലി മിസ്റ്റേക്കൺ മിസ് അനിത. ഞാൻ വക്കീൽ പണി ചെയ്യുന്നത് വെറും ഒരു ത്രില്ലിന് വേണ്ടിയാണ്. അനിതയുടെ അച്ഛനാണല്ലോ. അദ്ദേഹത്തെ രക്ഷിക്കാൻ എനിക്കിപ്പോ ഒരു പ്രത്യേക താല്പര്യവും തോന്നുന്നു. മനസ്സിലായില്ല. എന്തോ അങ്ങനെ തോന്നുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്തോ.